എൻ്റെ പേര് പൃഥ്വി എന്നാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടീനെ കുറിച്ചിട്ടൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം കൃപാസന മാതാവിനെ കുറിച്ചോ ഉടമ്പടീനെ കുറിച്ചോ വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ട്രോളുകളും അതും കണ്ടതിന് ശേഷം ഞങ്ങൾ അല്പവിശ്വാസികളായിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നതെങ്കിലും ഉടമ്പടി എന്ന എടുക്കുന്നതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾക്ക് ഓരോരോ അനുഭവങ്ങളായിട്ട് കിട്ടിത്തുടങ്ങി. അതിന് ഏറ്റവും വലിയ ഒരു അനുഭവമാണ് ഇപ്പോൾ എൻ്റെ ഡാഡി ഇവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ട് നിൽക്കുന്നത്. അത് ഉടമ്പടി എടുത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഡാഡിക്ക് കൊടുക്കാം. എൻ്റെ പേര് ഡേവിസ്, സ്ഥലം കാളത്തോട്, തൃശ്ശൂർ ജില്ലയിലെ കാളത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ജോലി പത്രത്തിൻ്റെ ഏജൻറ്റിനാണ്. പത്രവിതരണം, പത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത്. എനിക്ക് പത്രം വിതരണം ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് ഒരു 75,000 റുപ്യ കിട്ടാനുണ്ടായിരുന്നു. 10 വർഷമായിട്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പല വാതിലുകളും മുട്ടി, പല ഉന്നതമായ ആൾക്കാരെയായിട്ടും സമീപിച്ചു. അപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് മുടക്കി പോകുമായിരുന്നു. അത് ഞാൻ ഒരു മാനേജറെടുത്ത് ചിലപ്പോൾ പറയും, ഞാൻ ഇരിക്കുന്ന സമയത്തല്ലേ ഈ പൈസ തരാറുള്ളത്. അതും മറ്റേ മാനേജറായിരുന്നു. അപ്പോൾ പുതിയ മാനേജർ പേരും പറയാം, മറ്റേ മാനേജരോട് ചോദിക്കും, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് 10 കൊല്ലത്തോളം എന്നെ നടത്തിച്ചു. ഞാൻ പത്രം വിട്ടിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. 75,000 റുപ്യക്കൊക്കെ ഇത്ര വലിയ ഭീമമായ സംഖ്യ നിർത്തിയിട്ട് വളരെയധികം എന്നെ ബുദ്ധിമുട്ടിച്ചു. അവസാനം ഞാനിങ്ങനെ ഇടയ്ക്ക് പുത്തമ്പള്ളിയിൽ പോകും. തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ പോയി അവിടെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചച്ഛൻ വന്ന്, എന്താ അപ്പച്ച അങ്ങനെ ഇരിക്കുന്നേ, വിഷമിച്ചിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു, അച്ഛാ, എനിക്കിങ്ങനെ പത്രം വിതരണം ചെയ്ത് നടക്കുന്ന ആളാണ്. എനിക്ക് ബാങ്കിൽ പത്രം വിതരണം ചെയ്തിട്ട് എനിക്ക് ഇത്ര പേർക്ക് 75,000 റുപ്യ കിട്ടാനുണ്ട്. അത് കിട്ടാനില്ല, പല കാരണങ്ങൾ പറഞ്ഞ് അവർ മുടക്കുക. അപ്പോൾ അതിന് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ, ഞാനൊരു പരിഹാരം പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അച്ഛാ, എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, മുട്ടൂത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ മുട്ടൂത്തി നിന്നു. അച്ഛൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നമാരെ കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോവുക, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, അതിന് ഫലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ 3 മക്കളോടും എനിക്ക് 3 പെൺകുട്ടികളാണ് ഉള്ളത്. 3 പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞു. അവരെ 3 പേരും വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൈസ കിട്ടാനുള്ള സംവിധാനം, അച്ഛൻ കൃപാസനത്തിലേക്ക് പോയി മുട്ടിപ്പാരി പ്രാർത്ഥിക്കുക, അതിന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഒക്ടോബറിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞു, എനിക്ക് ഉടമ്പടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അച്ഛൻ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, എത്ര വയസ്സായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 70 വയസ്സ് കഴിഞ്ഞു. അയ്യോ ചേട്ടാ, 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഉടമ്പടി കൊടുക്കാൻ പാടില്ല, അവരൊക്കെ രോഗത്തിനും ഇതിനൊക്കെ അടിമേറ്റ് ചെയ്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഉപവാസം എടുക്കലും മരുന്ന് കഴിക്കലൊക്കെ ആകുമ്പോൾ അത് രോഗത്തിന് അത് കൂടുതൽ ബുദ്ധിമുട്ടാവും, അതിന് പേരില്ല തരാത്തതെന്ന് വെച്ചു. അപ്പം ഞാൻ വിഷമിച്ചു. ഞങ്ങൾ 3 കുടുംബം അവിടെ നിന്ന് ഇത്ര കണ്ട വഴി വന്നിട്ട് അതിന് പലല്ലാണ്ടായി പോയില്ലോ മാതാവേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു, മാനേജർ തിരിച്ചു വിളിച്ചു. അപ്പച്ചൻ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പച്ചൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ 3 മക്കളും കൂടിയുണ്ടെന്ന് പറഞ്ഞു. അന്ന് അപ്പച്ചന് വേണ്ടിയിട്ട് 3 മക്കൾ ഉടമ്പടി എടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മക്കളോട് ഞാൻ പറഞ്ഞു. അപ്പം മക്കൾ പറഞ്ഞു, ഞങ്ങളെടുക്കാം, അപ്പന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് പുലർച്ചയ്ക്ക് 4 മണിക്ക് ഞാൻ പത്രത്തിന് 3:30 എണീക്കും. 4 മണിക്ക് എണീച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും. വൈകിട്ട് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും. മെഴുതിരി കത്തിച്ച് 2 നേരം മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കും. 45-ാം ദിവസം എനിക്കതിൻ്റെ ഫലം ഉണ്ടായി. ഞാനൊരു 2 മണിയാവും എൻ്റെ ജോലി കഴിഞ്ഞ് പത്രത്തിൻ്റെ വിതരണം ചെയ്ത് ദിവസം കിട്ടുന്ന ചിലവരെന്ന് ദിവസം കാശ് പിരിക്കണം, അതൊക്കെ പിരിച്ച് 2 മണിയാകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്താം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ലേശം നേരം 5 മിനിറ്റ് തന്നെ വിശ്രമിക്കും. അങ്ങനെ ഞാൻ 2:30 കിടന്നു.
2:30 കിടന്നിട്ട് ലേശം കഴിഞ്ഞമ്മ കണ്ണടച്ച് ഇരുന്നപ്പോൾ ഒരു അമ്മാമ്മ എന്നെ വന്ന് മോനെ എഴുന്നേൽക്ക്, ഉറങ്ങല്ലേ എനിക്കാൻ പറഞ്ഞു. ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തിട്ടുള്ളൊരു അമ്മ, ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു, മോനെ എഴുന്നേൽക്ക്. ഞാൻ കണ്ണു തുറന്ന് നോക്കി, ആരും കാണാനില്ല, ഒരാളുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു. പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു, പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു. അപ്പോൾ പറഞ്ഞു, മോനെ എഴുന്നേൽക്ക്, ഇന്ന സ്ഥലത്ത് പോയിട്ട് കേരള സദസ്സിൽ ഡിസംബർ 5-ാം തീയതി കേരള സദസ്സിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക, അതിന് ഫലം ഉണ്ടാവും എന്ന് പറയലും ആൾ പോലും കഴിഞ്ഞു. പിന്നെ അമ്മാമ്മനെ കണ്ടില്ല. ഞാൻ അവിടുന്ന് 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് SP ഓഫീസിൽ നിന്ന് വിളി വന്നു. ഇങ്ങനെ ഡേവിസ് എന്ന് പറയുന്ന ആളാണോ, അത് ഇങ്ങനൊരു പരാതി കൊടുത്തിട്ടുണ്ടോ കേരള സദസ്സിൽ? നിങ്ങൾ ആ പരാതി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നിങ്ങോട്ട് വരാൻ പറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറ് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു. ചെന്നപ്പോൾ ബാങ്ക് മാനേജറിനെ വിളിച്ച് വരുത്തിണ്ടായിരുന്നു. ഞാൻ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പൈസയുടെ കാര്യം. അപ്പം പൈസയുടെ കാര്യം ഇങ്ങോട്ട് കിട്ടാനുണ്ട്. 4 മാനേജർമാർ മാറി മാറി വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർ ഓരോ മുട്ട് ന്യായങ്ങൾ പറഞ്ഞ് എന്നെ മടക്കണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ SP ടൗൺ SIക്ക് ഫോർവേഡ് ചെയ്തു. ഇവരെ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ വിട്ടു. അങ്ങനെ SI മാനേജറിനെ വിളിച്ച് കുറേ ഷൗട്ട് ചെയ്തു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ 40 കൊല്ലം 30 കൊല്ലം പഴക്കമുള്ള കാശ് നിങ്ങൾ കിട്ടാനുള്ള കാശ് ജപ്തി ചെയ്ത് കിടക്കുന്നുണ്ടല്ലോ, ഈ പാവത്തിൻ്റെ പത്രട്ട കാശ് നിങ്ങൾക്ക് കൊടുക്കാൻ എന്താ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷൗട്ട് ചെയ്തു മാനേജറിനെ. അപ്പോൾ മാനേജർ പറഞ്ഞു, എനിക്കൊരു മാസം അവധി തരണം, ഞാൻ എൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് SI ചോദിച്ചു, ഒരു മാസം അവധി ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ട ചേട്ടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ 5-10 കൊല്ലം ക്ഷമിച്ചാലും മേലെയാണോ ഒരു മാസമല്ല 2 മാസം അവർക്ക് കൊടുത്തോ, എനിക്ക് വിരോധമില്ല. അങ്ങനെ പറഞ്ഞ് ഒരു മാസത്തെപ്പോൾ എനിക്ക് വിളി വന്നു ബാങ്കിൽ നിന്ന്, നിങ്ങളിവിടെ തന്നെ ബാങ്കിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ തന്നില്ലെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ SI അങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ബാങ്കിൽ നിന്ന് വല്ല വിളി വന്നു. പറഞ്ഞു, സാറേ എന്നെ വിളിച്ചിട്ടുണ്ട്, ബാങ്കിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബാങ്കിലേക്ക് ചെന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കാശ് പാസ്സായിട്ടുണ്ട്, 2 വട്ടമായിട്ട് ഞാൻ ചെക്ക് തരാം, അക്കൗണ്ടോട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ പൈസ കിട്ടി. അത് വലിയൊരു അനുഗ്രഹം. ഇത് പാവപ്പെട്ടവന് 75,000 രൂപ ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു സംഖ്യയാണ്. അത് എനിക്കത് ദൈവം സാധിച്ചു തന്നു. കോടി ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഭാര്യ, ഞങ്ങൾ മിക്ക കൊല്ലം വേളാങ്കണ്ണിക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 മക്കളും അമ്മയും കൂടി വേളാങ്കണ്ണിക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്ന് അവർക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ 9 മണിക്കുള്ള കുർബാന കണ്ടിട്ട് ഈ രണ്ട് ചെറിയ എനിക്ക് 3 പെൺകുട്ടികളായിരുന്നു. മൂത്ത മോൾക്ക് 2 പെൺകുട്ടികൾ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് 3 പെൺകുട്ടികൾ, എൻ്റെ മൂത്ത മോൾക്ക് 2 പെൺകുട്ടികൾ, ഇനിയുണ്ടാവുന്ന മക്കൾക്ക് ആൺകുട്ടീനെ കൊടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ മുട്ടിപ്പായ പ്രാർത്ഥിച്ചു. 2 പെൺകുട്ടികൾക്കും ആൺകുട്ടീനെ കൊടുത്തു. ആ 2 ആൺകുട്ടികളും കിട്ടി. ആ ആൺകുട്ടികൾക്ക് പുറത്തിരുത്തി വഴിപാട് നടത്താൻ, മുട്ടുകുത്തി കഴിഞ്ഞ് വഴിപാട് നടത്താൻ വഴിപാടുണ്ടായിരുന്നു. ആ വഴിപാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഭാര്യ തളർന്നു വീണു, അറ്റാക്ക്. അവിടെ അപ്പം തന്നെ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു, ഇവിടെ രക്ഷയില്ല, നിങ്ങൾ നാഗപട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ച് നാഗപട്ടണത്തിലേക്ക് പോയി 1 മണിക്കൂർ നേരം അവിടെ അവരിട്ട് മരുന്ന് ചികിത്സയിലൊക്കെ ചെയ്തു. എന്നിട്ട് രക്ഷയില്ല. അവർ പറഞ്ഞു, ഇവിടെ കൊണ്ട് രക്ഷയില്ല, ആൾക്ക് വിദഗ്ധ ചികിത്സ കിട്ടണം, അതിന് വേണ്ട സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യോ, ഇവിടെ കൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വിഷമിച്ച് കൂട്ടക്കരച്ചിലും പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് ഡോക്ടർമാർ 3 ആംബുലൻസ് ഡ്രൈവർമാരെ വിളിച്ചു വരുത്തി. അപ്പോൾ 3 പേർക്കും പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇയാളെ വിദഗ്ധ ചികിത്സ കിട്ടാനുള്ള സ്ഥലത്ത് എത്തിക്കണം എന്ന് പറഞ്ഞു. ഈ 3 ആംബുലൻസ് ആരും വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് ഹെലികോപ്റ്ററല്ല, ഞങ്ങൾക്ക് പോകാനായിട്ട്, ഞങ്ങൾക്ക് ടെമ്പോയിൽ വേണ്ട പോകാനായിട്ട്, ഞങ്ങൾക്ക് ഇത്ര സമയത്ത് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഇത് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ അത് മാധവന് മാതാവ് വന്ന് ഒരു പയ്യൻ്റെ രൂപത്തിൽ വന്നു. മാതാവ് അമ്മേനെ ഞാൻ കൊണ്ടുകൊള്ളാം, അമ്മേനെ ഞാൻ കൊണ്ടുകൊള്ളാം എന്ന് പറഞ്ഞാൽ ചക്കൻ ആ പയ്യൻ ഓടി വന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കണ്ട, അമ്മേനെ ഞാൻ കൊണ്ടുകൊള്ളാം. അങ്ങനെ ആ പയ്യൻ വന്നു. ഒരു പോറലാൽ കഥ കണ്ട് പുലർച്ചെ 3 മണിക്ക് ഇവിടെ അശ്വനി ഹോസ്പിറ്റലിൽ എത്തിച്ചു. 6 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിച്ചു. അമ്മേൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, അമ്മ സുഖപ്പെട്ടു. അത് രണ്ടാമത്തെ അത്ഭുതം, മാതാവിൻ്റെ രണ്ടാമത്തെ അത്ഭുതം. പിന്നെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ എനിക്ക് വേറെ തന്നിട്ടുണ്ട്. അതെല്ലാം പറയുകയാണെങ്കിൽ കുറേ സമയമെടുക്കും. പക്ഷേ അങ്ങനെ വലിയ 2 അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇത് അത്ഭുതം സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ 1 മണിക്കൂറാണ് ആളുടെ ജീവിതം. അത് അതിനുള്ളിൽ വിദഗ്ധ ചികിത്സ കിട്ടണം. ഇത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിദഗ്ധ ചികിത്സ കിട്ടുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളത്. അവിടെ ഇതിൻ്റെ സീനിയറായിട്ടുള്ള ഡോക്ടർ, എൻ്റെ മോള് BSc നഴ്സിംഗാണ്, ആ ഡോക്ടർ കൂടെ 2 കൊല്ലം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് അവൾ അശ്വനിലേക്ക് പോകാം. ആ ഡോക്ടർ അശ്വനിലിരിക്കണേ, അയാൾ ഹാർഡിയോളജിസ്റ്റ്, ഇൻ്റർനാഷണൽ ഹാർഡിയോളജിസ്റ്റാണ്. അപ്പോൾ അയാളുടെ അടുത്തേക്ക് പോകണം, അയാളെ കാണണം. അപ്പോൾ എൻ്റെ ബോസാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ അടുത്തേക്ക് പോയത്. ആ ഡോക്ടർ പറഞ്ഞു ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ്, ഞങ്ങളുടെ കഴിവല്ല, ഇത് അത്ഭുതം നടന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ ആരും അവിടെ 3 ഡോക്ടർമാരും പറഞ്ഞു ഞങ്ങളുടെ കഴിവല്ല, ഇത് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എനിക്ക് 2 വട്ടം നേരിൽപ്പെട്ട് അനുഭവപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെ ചെറിയ ചെറിയ കുറേ അത്ഭുതങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിനെ ഞാൻ കോടി കോടി നന്ദി പറയണു. ദൈവത്തിനും കൃപാസന മാതാവിനും എല്ലാ ഇതിനും നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുടുംബത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം, അല്ലെങ്കിൽ എന്താ പറയുക, കുടുംബ പ്രാർത്ഥന എത്തിക്കാനുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു അലസത, മടി എല്ലാം വരണതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മറക്കാനാവാത്ത ഓരോ അനുഭവങ്ങൾ ഉണ്ടാവണത് മാതാവിലോട്ടും ദൈവത്തിലോട്ടും കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര മടിയുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയിട്ട് നമുക്കിങ്ങനെ ഓരോ അനുഭവങ്ങൾ കിട്ടുമ്പോൾ എന്നും പ്രാർത്ഥന എത്തിക്കാനും അല്ലെങ്കിൽ പള്ളിയിൽ പോകാനും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് ഒരു മടിയും തോന്നില്ല. ചിലരൊക്കെ നമുക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പത്രം നമ്മൾ വീട്ടിൽ വെക്കണ കാണാം, അത് കൊടുക്കാനുള്ളൊരു മടി കാണാം. പക്ഷേ ആ പത്രം നമ്മൾ കൊടുക്കുന്നത് വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. നമ്മൾ വഴി മാതാവിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ, അതേപോലെ ഹിന്ദുക്കൾ, പല ജാതിയിലും പല മതത്തിലും പെട്ട ആൾക്കാർക്ക് നമ്മൾ വഴി ഒരു പ്രചോദനം നൽകുകയാണ്. അതേപോലെ നമുക്ക് പറ്റാവുന്ന സഹായം, അത് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമാവാം, അതല്ലെങ്കിൽ നമ്മളൊരു രോഗിക്ക് നമ്മളുടെ വാക്കുകൾ കൊണ്ടുള്ളൊരു ആശ്വാസവാക്കാവാം. അതൊക്കെ നമുക്കൊരു ആത്മീയമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും ഈ ഉടമ്പടി എടുക്കുന്ന വഴി. അത് നമുക്ക് മാതാവ് ചിലപ്പോൾ തോന്നിപ്പിക്കണമായിരിക്കാം. അപ്പം അതുവഴി നമ്മുടെ കുടുംബത്തിനും അതേപോലെ മറ്റുള്ളവർക്കും വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ വഴി കിട്ടാൻ പോണത്. അപ്പോൾ ഉടമ്പടി എടുക്കണേലും അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണേലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണേലും ആരും മടി കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന കൃപാസനം മാതാവിനും ദേവകുമാരനും 1000 നന്ദി, സ്തുതി, സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിൽ ഇപ്പം ഈ മകളാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിൽ ഈ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചതും. അപ്പച്ചൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്ന് അപ്പച്ചനെയും കൂട്ടി വന്നത്. നമ്മളെപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉടമ്പടി എടുത്ത ആളും അതിന് ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച ആളും ഒരുമിച്ച്, കാരണം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു പ്രചോദനവും ഒരു സമ്മാനവും കൂടിയാണ് ഓരോ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിളായിട്ടുള്ള വഴിയിൽ അത് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ പഴയ നിയമം തൊട്ട് ആബേലിൻ്റെ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് അതാണല്ലോ. അല്ലെ കടിഞ്ഞൂലുകളെല്ലാം എനിക്ക് തരണമെന്നൊക്കെ കർത്താവിൻ്റെ കൽപ്പനയുടെ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടൊരു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഈ ഒരു പ്രിൻസിപ്പിളുണ്ട്. നിങ്ങൾ അറിഞ്ഞും അറിയാതെയാണെങ്കിലും രാവിലെ 5:30 എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാം ഒരു ദൈവശാസ്ത്രത്തിൻ്റെ പിന്നിലും ഒരു ദിവസത്തിൻ്റെ ഏറ്റവും തുടക്കം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ദൈവം. അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു പഠനമുണ്ട്. അപ്പോൾ ഇതിൽ ഈ മകളാണ് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്നവർക്കാണ് ഒരു കുടുംബത്തെ ലീഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ നേരത്തെ ആ മകൻ സാക്ഷ്യം പറഞ്ഞപ്പോഴും മകൾ സാക്ഷ്യം പറയുമ്പോഴും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അപ്പച്ചൻ ഉടമ്പടി എടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മകൾ ഉടമ്പടി എടുക്കുന്നത്.
അപ്പം ഉടമ്പടി എന്തുകൊണ്ട്, അതായത് ഒരു 65 വയസ്സിന് മുകളിൽ ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് അപ്പച്ചൻ പറഞ്ഞു. കാരണം ഇതിലെ നിബന്ധനകളൊക്കെ കുറച്ച് ഗൗരവമായിട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ബാക്കിയുള്ളൊരു പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഉടമ്പടി അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തണം, അത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്, നമ്മൾ ഒരു പ്രാർത്ഥിച്ച് പോകേണ്ട ഒന്നല്ല. അതാണ് ആ മകളപ്പം വ്യക്തമായിട്ടത് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു അനുഭവം ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം മകൾ ഉടമ്പടി എടുത്തതിൻ്റെ 45-ാമത്തെ ദിവസം, എത്രാമത്തെ ദിവസം മാധവനെ കണ്ടെന്ന്, 45-ാമത്തെ ദിവസമാണ് അപ്പച്ചൻ ഈ പറയുന്ന പരിശുദ്ധ അമ്മയെ കണ്ടു എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം മാതാവിൻ്റെ ഇങ്ങനത്തെ ഉള്ളൊരു പെരുമാറ്റം നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. അത് ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏത് സമയം കൃപാസനം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ സ്വപ്നത്തിൽ മുഴുവൻ മാതാവ് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കാമല്ല. പക്ഷേ പല സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഉടമ്പടി എടുത്തവർക്കല്ല, ഉടമ്പടി ആർക്ക് വേണ്ടിയാണ് എടുത്തത് അവർക്ക് പരിശുദ്ധ അമ്മ ഒരു സാന്നിധ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതിൽ ഒരു വൈദികൻ്റെ ഒരു കടന്നുവരവിനെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു വിടുന്നത്. പിന്നീട് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഹബക്കുക്ക് 1:5 പറയുന്നില്ല, കേൾക്കാൻ ആരും വിശ്വസിക്കാൻ പറ്റാൻ തക്കവിധമുള്ള അനുഭവ അടയാളങ്ങൾ ഈ കാലയളവിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുന്നുള്ള പറയുന്നൊരു കർത്താവിൻ്റെ വചനമുണ്ട്. ഒരു പക്ഷേ ഉടമ്പടിയിലെ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ നമുക്കത് എപ്പോഴും ഒരിക്കലും മനസ്സിലാവാത്തൊരു സമസ്യയായിട്ട് അതിങ്ങനെ കിടന്ന് നിലനിൽക്കുകയും അതിനെ നമുക്ക് മറുതലിച്ച് നിൽക്കാം. മറുതലിക്കുന്നവരൊക്കെയും മറുതലിച്ച് നിൽക്കുന്നു. അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരൊക്കെയും എത്രയും വേഗം അനുഭവത്തിൻ്റെ സാക്ഷികളാകുന്ന വലിയൊരു അനുഭവം. ഇപ്പം മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിനെക്കുറിച്ചും. ആ ഒരു ചെറുപ്പകാലത്തിൽ തന്നെ അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു ഉടമ്പടി ആലയത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൈവാനുഭവം സാക്ഷ്യങ്ങൾ പലതും തുടങ്ങിയിരിക്കുന്നതും ഇപ്പോഴും തുടങ്ങുന്നതും അതിപ്പോൾ ആരൊക്കെയോ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൊണ്ടു കൊടുത്ത ഒരു പത്രം, അല്ലെങ്കിൽ മാറ്റിവെച്ച പത്രം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്ന പത്രം എന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും എന്ത് പറഞ്ഞാലും പരിശുദ്ധ അമ്മ അതിനോടൊപ്പം കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഒരുപാട് അടയാളങ്ങളിൽ ഒന്ന് മാതാവ് ഒരു കരം പോലെ. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വൊക്കേഷൻ സ്റ്റോറിയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയും, ഞാൻ അവിടെ നിന്നപ്പോൾ ഒരാൾ പത്രം തന്നു, അതിൽ ഞാനെടുത്ത് മാറ്റിയിട്ടു, പക്ഷേ പിന്നീട് അതെടുത്ത് ഞാൻ നോക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിലിങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ പോലെ, അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ പോലെ നേരിട്ടുകൊണ്ട് കിട്ടും. ചിലരത് സ്നേഹത്തോടെ സ്വീകരിക്കും. അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. കാരണം കർത്താവ് നേരിട്ട് വന്നിട്ട് വചനം പറഞ്ഞ് അത്ഭുതം നടത്തിയിട്ട് പോലും വിശ്വസിച്ചിട്ടില്ല ആൾക്കാർ. അപ്പം നമ്മൾ നേരിട്ട് വന്ന് നമ്മുടെ അടയാളം പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു സമൂഹം ഉണ്ടെന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു വിശ്വാസം ഒരു ഗിഫ്റ്റാണ്, അതൊരു തുറവിയാണ്. ഒരാളെങ്കിൽ ഒരാൾ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ അത് ദൈവം ആ മകനെ സ്വന്തമാക്കും. ഇപ്പോൾ ഈ മകൾ പറഞ്ഞ പോലെ ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിൽ നമ്മളിലൂടെ ആരൊക്കെയോ കർത്താവ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിലൊന്ന് ആ മകളുടെ ഉടമ്പടി, ഒന്ന് അപ്പച്ചൻ്റെ കാര്യമായിരുന്നു. പിന്നെ കഴിഞ്ഞൊരു സാക്ഷ്യത്തിൽ ഈ മകൾ വേറെ ഏതേ കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവ് ലക്ഷ്യം വെക്കുന്ന ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക, ദൈവം വെളിപ്പെടുത്തി തരും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്നും വ്യക്തമാണ്. ഈ ഉടമ്പടി എടുത്ത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്കൊക്കെയും ഈ അനുഭവം ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. ഉടമ്പടിയിലെ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുമ്പം ദൈവം നമ്മുടെ യാത്രയെ എപ്പോഴെങ്കിലും സ്ഥിരീകരിച്ച് തരുമെന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഇപ്പം ഈ മകൾ അവസാനം അത് തന്നെ, ഈ മകൾ തന്നെ എൻ്റെ കൺക്ലൂഷനും പറഞ്ഞു, നമ്മുടെ ഈ കുടുംബത്തിൽ ഇങ്ങനെ അടയാളങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചില്ല. അപ്പം ആ അനുഭവം അടയാളം ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ ഒരാളുടെ പ്രാർത്ഥന മാത്രം പോരാ എന്നുള്ളതും, ആ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതും, ആ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയിക്കുകയാണ് എന്നുള്ളതും കർത്താവ് തന്നെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. അതാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സാക്ഷ്യം ഉടമ്പടി എടുത്ത് നമുക്ക് ഒരു പ്രചോദനമായിട്ട് ഇനിയും സാക്ഷ്യം പറയാനായിട്ട് ഈ മകളുടെ അനുഭവങ്ങൾ ഇനിയും ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഉടമ്പടി എടുത്ത എല്ലാവരും പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.